കഥകൾ പറഞ്ഞുകൊണ്ട് വീണ്ടും ജീവിതവും സാഹിത്യവും ആയുധമാക്കി തന്നോട് തന്നെ പൊരുതി ഒറ്റയ്ക്ക് മുന്നേറിയ എഴുത്തുകാരി മാധവിക്കുട്ടി. മാധവിക്കുട്ടിയുടെ കോലാട് എന്ന കഥയിലേക്ക് സ്വാഗതം. വിദ്യാസമ്പന്നയും പരിഷ്കൃതയും ഒന്നുമല്ലാതിരുന്ന വീട്ടുജോലികളിൽ മുഴുകി ഭർത്താവിനും മക്കൾക്കും വേണ്ടി ജീവിച്ച് ഒടുവിൽ ശരീര സൗന്ദര്യവും ആരോഗ്യമൊക്കെ നഷ്ടപ്പെട്ട് മക്കൾ പോലും കളിയാക്കുന്ന അവസ്ഥയിലെത്തിയ ഒരു സ്ത്രീയുടെ ജീവിതമാണ് കോലാട് എന്ന കഥയിലൂടെ പറയുന്നത്. ആ സ്ത്രീയുടെ 43-ാമത്തെ വയസ്സിൽ അവളുടെ മകൻ തമാശയായി പറഞ്ഞു, അമ്മയെ കണ്ടാൽ കോലാടിനെയാണ് ഓർമ്മ വരുന്നതെന്ന്. ഉള്ളിൽ അടക്കി പിടിച്ച വേദന മറച്ചുവെച്ച് അവൾ മകൻ്റെ ചിരിക്കൊപ്പം പങ്കുകൊണ്ടു. അന്ന് എല്ലാവരും പുറത്തു പോയപ്പോൾ അവൾ തൻ്റെ ശരീരത്തെ കണ്ണാടിക്ക് മുൻപിലേക്ക് ആനയിച്ചു. തൻ്റെ ഒട്ടിയ കവിളുകളെ വീണ്ടും പുഷ്ടിപ്പെടുത്താൻ വല്ല മാർഗം ഉണ്ടായിരുന്നെങ്കിൽ തൻ്റെ ജീവിതവും അതോടൊപ്പം പുഷ്ടിപ്പെടുമെന്ന് അവൾക്ക് തോന്നി. തൻ്റെ ശരീരപുഷ്ടിയുള്ള യൗവനകാലത്തിലേക്ക് അവളൊന്ന് തിരിഞ്ഞു നോക്കി. കൂടുതൽ ഓർത്തു നിൽക്കാതെ അവൾ വീണ്ടും അടുക്കളയിലേക്ക് നടന്നു. രാവിലെ മുതൽ രാത്രി വരെ വീട്ടുജോലികളിൽ മുഴുകിയ അവൾ ശരീരം നന്നേ ക്ഷീണിച്ചതുപോലും വിഷയമാക്കാതെ മുന്നോട്ടു പോകുന്നു. ദുർബലമായ ശരീരം കൊണ്ട് വീട്ടുജോലികൾ ചെയ്യുമ്പോഴും ഭർത്താവോ മക്കളോ അവളെ സഹായിച്ചില്ല. എങ്കിലും ആരോടും പരിഭവവും പരാതിയും ഒന്നുമില്ലാതെ അവൾ വീട്ടുജോലികളിൽ മുഴുകിക്കൊണ്ടിരുന്നു. ഇടയ്ക്ക് അവളുടെ വീട്ടുജോലിയുടെ വൃത്തിയെപ്പറ്റി ഭർത്താവും മക്കളുമൊക്കെ പുകഴ്ത്തി പറഞ്ഞപ്പോൾ തേഞ്ഞ പല്ലുകൾ പുറത്തു കാട്ടി അവൾ ചിരിച്ചു. ഒരു ദിവസം ചെറിയ മകൻ സ്കൂളിൽ നിന്ന് മടങ്ങി വന്നപ്പോൾ അവൾക്കൊരു നെല്ലിക്ക കൊണ്ടുവന്ന് കൊടുത്തു. സന്തോഷത്തോടെ അടുക്കളയിൽ പോയി അവളത് കഴിച്ചു. ഒരുപക്ഷെ അവനെങ്കിലും തന്നോട് സ്നേഹമുണ്ടെന്ന് അവൾ ചിന്തിച്ചിട്ടുണ്ടാവാം. എന്നാൽ അതും വെറുതെയായിരുന്നു. കാലം കുറച്ചുകൂടി കടന്നുപോയതോടെ അവൻ്റെ കണ്ണിലും അമ്മ ഭംഗിയില്ലാത്തവളായി. സ്കൂളിൽ നാടകത്തിന് അവൻ്റെ കൂടെ വരാമെന്ന് പറഞ്ഞപ്പോൾ അമ്മ വരുന്നത് നാണക്കേടാണെന്ന് അവൻ പറഞ്ഞു. പട്ടുസാരിയൊക്കെ ഉടുത്ത് ഭംഗി കൂട്ടാമെന്ന് പറഞ്ഞിട്ടും അവൻ അനുവദിച്ചില്ല. അങ്ങനെ 2 മുറികളുള്ള ആ കൊച്ചു വീട്ടിൽ 2 മെലിഞ്ഞ കാലുകൾ ആർക്കൊക്കെയോ വേണ്ടി ചലിച്ചുകൊണ്ടിരുന്നു. ഒടുവിൽ ഒരു പനിയും വയറുവേദനയും വന്ന് ആ യന്ത്രവും തകരാറിലായി. വീട്ടുവൈദ്യത്തിന് അവളുടെ രോഗം മാറ്റാനായില്ല. 10-ാം ദിവസം ഡോക്ടർ അവളുടെ ഭർത്താവിനോട് പറഞ്ഞു, ഇവളെ ആശുപത്രിയിലേക്ക് മാറ്റൂ എന്ന്. അവൾക്ക് മഞ്ഞപ്പിത്തമായിരുന്നു. സ്കൂൾ പുസ്തകങ്ങളിൽ മുഴുകിയിരുന്ന കുട്ടികൾ പരിഭ്രാന്തരായി. ഒരു പരിചാരകൻ ചക്രക്കട്ടിലിൽ കിടത്തി ഉന്തിക്കൊണ്ട് ആശുപത്രി മുറിയിൽ പ്രവേശിപ്പിച്ചപ്പോഴും അവളുടെ ചിന്ത പരിപ്പ് കരിയുന്നുണ്ടെന്ന് പറഞ്ഞ് അടുക്കളയിലേക്ക് തന്നെയായിരുന്നു. ഇത് കേട്ട് അവളുടെ ഭർത്താവിൻ്റെ കണ്ണുകൾ നനഞ്ഞു. മാധവിക്കുട്ടിയുടെ കോലാട് എന്ന ചെറിയ കഥ ഇവിടെ അവസാനിക്കുന്നു. കഥകളൊക്കെ കേൾക്കാൻ ഇഷ്ടമുള്ളവരെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ദയവായി ഒന്ന് സപ്പോർട്ട് ചെയ്യുക. Thank you.